ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെങ്ങളം മുതൽ ചെങ്ങോട്ട വരെയുള്ള NH 66 ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. ആ ഭാഗത്ത് റോഡ് മുഴുവനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള റോഡ് പോലെയല്ല ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പണിയും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതേ ഉള്ളൂ. അതിൽ ഇനി സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ലൈൻസ് മുഴുവൻ വരച്ചു കഴിഞ്ഞിട്ടില്ല. കുറേ സ്ഥലത്ത് ഡിവൈഡറിന്റെ പണികൾ കഴിയാണ്ട്, അതേപോലെ തന്നെ അണ്ടർപാസിന്റെ മുകളിൽ കുറെ ടാറിങ്ങിന്റെ വർക്കൊക്കെ അവിടെ കഴിയാണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ സൂക്ഷിച്ചും കണ്ടു വേണം പോകാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, രാത്രിയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു വെളിച്ചവും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ഇരുടായിരിക്കും. കാരണം സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഇതുവരെ വർക്ക് കഴിയാത്തതുകൊണ്ട് അവിടെ എന്താ പറയുക, ആ ഒരു റോഡിൽ പോകുന്ന സമയത്ത് മാക്സിമം സൂക്ഷിച്ചിട്ട് തന്നെ പോകണം. നല്ല പുറകിൽ നിന്നൊക്കെ നല്ല സ്പീഡിലൊക്കെ വണ്ടി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടു വേണം അതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. കാരണം രാത്രി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചില സ്ഥലത്തൊക്കെ പെട്ടെന്ന് കട്ടിങ് വരും. ഈ അണ്ടർപാസിന്റെ മുകളിലൊക്കെ അവിടെ ടാറിങ്ങിന്റെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് നല്ല ടാറ് ഉള്ള സ്ഥലത്തുനിന്ന് ഈ ടാർ കഴിയാത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ചിലപ്പം ബാലൻസ് ഒക്കെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഏകദേശം ചേമഞ്ചേരി ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അവിടെ പെട്രോൾ പമ്പിലേക്കൊക്കെ നമ്മൾ ടേൺ ചെയ്യാനൊക്കെ അവിടെ സ്പേസ് ഉണ്ട്. അതായത് അവിടെ ഡിവൈഡറിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല, അവർ പൂർത്തിയാക്കിയില്ല. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്ത് വെച്ചായിരിക്കും. അപ്പൊ അവിടുന്നൊക്കെ രാത്രി നമ്മൾ സ്പീഡ് ട്രാക്ക് കൂടിയായിരിക്കും ചിലപ്പം ഈ പെട്രോൾ പമ്പിലൊക്കെ കടക്കേണ്ടി വരിക. അപ്പൊ അവിടെ നിന്നൊക്കെ നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം ബാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിൽ കൂടെ വണ്ടി നല്ല സ്പീഡിലായിരിക്കും വരിക. അപ്പൊ അവരറിയില്ല ഇവിടെ പണി കഴിയാത്ത കാര്യങ്ങളൊന്നും. അപ്പൊ തോന്നിയ പോലെ ആയിരിക്കും ആളുകൾ അതിലൂടെ യാത്ര ചെയ്യുക. അപ്പൊ അതിലൂടെ സൂക്ഷിച്ചും കണ്ടു വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പിന്നെ ഇതുപോലെ പെട്രോൾ പമ്പിലേക്ക് കടക്കുന്ന സമയത്തൊക്കെ നല്ലോണം നോക്കി ബാക്കിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല, അതുപോലെ തന്നെ മുന്നിൽ നിന്നും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിലൂടെ കടക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചിലപ്പോൾ നല്ല സ്പീഡിൽ വാഹനങ്ങൾ വരും. നമ്മൾ വിചാരിക്കും അത് ഒരുപാട് ദൂരത്തു നിന്നല്ലേ വരുന്നത്, നമുക്ക് പെട്ടെന്ന് കടക്കാന്നൊക്കെ വിചാരിച്ചാൽ പോലും നമ്മൾ വിചാരിക്കാത്ത സ്പീഡിലേക്ക് അവിടുന്ന് വണ്ടി വരാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ശരിക്കും നോക്കിയും കണ്ടും വേണം ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതുപോലെ യു ടേൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം ശരിക്കും ഈ റോഡിൽ യു ടേൺസ് ഇല്ല. കാരണം ഫുള്ള് ഡിവൈഡർ വെച്ച് ഫുള്ള് അടയ്ക്കും. പക്ഷെ ഇപ്പം മുഴുവൻ വർക്ക് കഴിയാത്തതുകൊണ്ട് അവർ യു ടേൺസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കുറേ സ്ഥലത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ യു ടേൺ എടുക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധ വേണം. പിന്നെ രാത്രി യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുഷ്കരം തന്നെയാണ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. രാത്രിയൊക്കെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വെങ്ങളം മുതൽ ചെങ്ങോട്ട വരെ പോയി കഴിഞ്ഞാൽ അവിടെ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ നിലവിൽ 4 അണ്ടർപാസ്സാണുള്ളത്. 4 അണ്ടർപാസിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 3 അണ്ടർപാസിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യേണ്ടി വരാം. തിരുവങ്ങൂര്, പൂക്കാട്, പൊയിൽക്കാവ്, ഈ 3 അണ്ടർപാസിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് ചെങ്ങോട്ടാവാണ്. കൊയിലാണ്ടി ബൈപ്പാസ് ഇപ്പോൾ ഓപ്പൺ ആക്കാത്തത് കൊണ്ട് തന്നെ ചെങ്ങോട്ടാവ് അണ്ടർപാസിന്റെ മുകളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അവിടുന്ന് നമ്മൾ ചെങ്ങോട്ടാവ് എത്തുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കൊയിലാണ്ടി ടൗണിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ തുടർച്ചയായി 3 അണ്ടർപാസിന്റെ മുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ 3 അണ്ടർപാസിന്റെ മുകളിൽ ശരിക്കും സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. അവിടെ ശരിക്കും നേരത്തെ പറഞ്ഞ നല്ല കട്ടിങ് ഉണ്ട്. പിന്നെ പൊയിൽക്കാവ് അണ്ടർപാസിന്റെ മുകളിലൊക്കെ അവിടെ കുറെ ലോറികളും മറ്റൊക്കെ നിർത്തിയിട്ട് കാണാം. അവിടെ കുറെ പണി സാധനങ്ങളും ഡിവൈഡറിന്റെ എന്തൊക്കെയോ അവിടെ കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ശരിക്കും നല്ല സൂക്ഷിക്കണം യാത്ര ചെയ്യാൻ. പിന്നെ മഴയുള്ള സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഈ റോഡിൽ മഴയത്ത് നല്ലോണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ നല്ല വെള്ളം കെട്ടിക്കുന്നുണ്ട്. സ്പീഡ് ട്രാക്കിലൊക്കെ നല്ല വെള്ളമുണ്ട്. നമ്മൾ വിചാരിക്കും അവിടെ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, നല്ല സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ച ആ റൈറ്റ് ട്രാക്ക് സ്പീഡ് ട്രാക്ക് കൂടി നല്ല സ്പീഡ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയുടെ താളം ആകെ തെറ്റി ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കുന്നുണ്ട്. അപ്പം മഴക്കാലത്ത് മാക്സിമം സെൻട്രലിലോ ലെഫ്റ്റിലൂടെയൊക്കെ പിടിച്ച് നല്ല സ്ലോയില് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില വണ്ടികളൊക്കെ ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ വെള്ളം പറത്തി പോകുന്നതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം മഴയുള്ള സമയത്ത് ഈ റോഡിൽ കൂടി പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടു തന്നെ യാത്ര ചെയ്യണം. അപ്പോൾ എല്ലാവരും മാക്സിമം വണ്ടികൾ സൂക്ഷിച്ച് തന്നെ ഓടിക്കുക. സേഫ് റൈഡ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.